ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സഹൃദയരെ, ഈ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, നമ്മൾ വിശുദ്ധ മാസത്തിൻ്റെ അവസാന നാളുകളിൽ, അതിൻ്റെ അവസാനത്തെ 10-ൽ കടക്കുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അതിനാൽ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രതിഫലേച്ഛ എന്തുകൊണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ മാസം അതിൻ്റെ തുടക്കം മുതൽ നോമ്പിന് പറയപ്പെട്ട പ്രതിഫലം ഇച്ഛിച്ചും ആഗ്രഹിച്ചും നമ്മൾ നോമ്പെടുക്കണമെന്ന് കേൾക്കുന്നവരാണ്. പക്ഷേ ഈ അവസാനത്തെ 10-ൽ പ്രതിഫലം ഇച്ഛിക്കലും ഇഷ്ടപ്പെടലും പ്രത്യേകം ഉണർത്തേണ്ട, ഉത്ബോധിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇഹ്തിസാബ് എന്നാണ് പ്രതിഫലേച്ഛക്ക് അറബി പദം. പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. മൻ സാമ ഈമാനൻ വഹ്തിസാബൻ. അപ്പോൾ ഇഹ്തിസാബ്, ഈ പ്രതിഫലം ഇച്ഛിക്കൽ എന്നുള്ള വിഷയം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ അവസാനത്തെ 10-ൽ വിശിഷ്യ എങ്ങനെ എന്നുള്ളത്. ഹദീസിൻ്റെ ഒക്കെ പ്രയോഗങ്ങളിൽ, ചരിത്ര സംഭവങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു വിഷയമാണ് ഇഹ്തിസാബ്. ഒരു ഹദീസിൽ കാണാം, മനിത്തബഅ ജനാസതൻ മിൻ ബൈതിഹാ ഈമാനൻ വഹ്തിസാബൻ ഹത്താ യുസല്ല അലൈഹാ ഔ യഫ്റുഗ മിൻ ദഫ്നിഹാ റജഅ മിനൽ അജ്രി ബിഖീറാത്തൈൻ എന്നാണ്. അതിൽ പറയുന്നത്, ഒരാൾ വീട്ടിൽ നിന്ന് ഒരു ജനാസയെ അനുഗമിച്ചു, ഒരു മയ്യത്തിനെ സംസ്കരിക്കാൻ വീട്ടിൽ നിന്ന് ആ മയ്യത്തിനെ അനുഗമിച്ചു, ജനാസയെ അനുഗമിച്ചു. ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി, പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട്, ഈമാനിന് വേണ്ടി ഒരാൾ ജനാസയെ തുടർന്നു. ഏതുവരെ? ആ ജനാസക്ക് നിസ്കരിക്കുന്നത് വരെ. ആ ജനാസ മറമാടി വിരമിക്കുന്നത് വരെ ഒരാൾ ജനാസയെ പിന്തുടർന്നാൽ അയാൾ ജനാസ സംസ്കരണത്തിനപ്പുറം മടങ്ങുന്നത് റജഅ മിനൽ അജ്രി ബിഖീറാത്തൈൻ എന്നാണ്. 2 ഖീറാത്ത് കൂലിയുമായി അയാൾ മടങ്ങും എന്നാണ്. 2 ഖീറാത്ത് കൂലി എന്ന് പറഞ്ഞാൽ ജബലൈനി അദീമൈനി എന്നാണ്. വലിയ 2 പർവ്വതങ്ങൾ, അതാണ് ഖീറാത്തൈൻ. 2 പർവ്വതങ്ങൾക്ക് സമാനമായ പ്രതിഫലം നേടി മടങ്ങുന്നവനാണ് അയാൾ എന്ന് നബിയുന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോൾ? ഈമാനോടുകൂടി, അല്ലെങ്കിൽ ഈമാനിന് വേണ്ടി, ഇഹ്തിസാബിന് വേണ്ടി ഒരാൾ ജനാസയെ അനുഗമിച്ച് നിസ്കരിച്ച് മറമാടി മടങ്ങുകയായാൽ, അവിടെ ഇഹ്തിസാബ്, പ്രതിഫലം ഇച്ഛിക്കുക, കാക്ഷിക്കുക, അവിടെ ആ അർത്ഥത്തിൽ വന്നു. മറ്റൊരു സംഭവം ഈ വിഷയത്തെ ബോധ്യപ്പെടുത്തുന്നത്,
ഇസ്ലാമിക ചരിത്രത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയുക്തമായതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തേക്ക് സൈന്യങ്ങളെ അയക്കുന്നുണ്ട്. അതിൽ 4 കമാൻഡർ ഇൻ ചീഫ് 4 പേർ: ഷർഹബീൽ ബിൻ ഹസന, യസീദ് ബിൻ അബി സുഫിയാൻ, അംർ ബിൻ ആസ്, ഇങ്ങനെ തുടങ്ങി 4 പേർ. അതിൽ യസീദ് ബിൻ അബി സുഫിയാന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ പ്രത്യേകം യാത്രയാക്കുന്നുണ്ട്. വലിയ ശ്രേഷ്ഠതയുള്ള മഹാനായിരുന്നു യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാൽനടയായി യാത്രയാക്കുകയാണ്, നടന്ന് യാത്രയാക്കുകയാണ്. യസീദ് ബിൻ അബി സുഫിയാൻ തൻ്റെ കുതിരപ്പുറത്ത്, വാഹനപ്പുറത്താണ്. അപ്പോൾ ഖലീഫ നടക്കുന്നു, സർവ്വസൈന്യാധിപൻ വാഹനപ്പുറത്ത് യാത്ര തുടരുന്നു. അത് യസീദിന് ഒരിക്കലും അത് സഹിയല്ല. അപ്പോൾ യസീദ് ഇബ്ൻ അബി സുഫിയാൻ പറഞ്ഞു, ഇമ്മ അൻ തർക്കബ് വ ഇമ്മ അൻ അൻസിൻ. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഈ വാഹനത്തിൽ എൻ്റെ കൂടെ സവാരി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടക്കുക. നമുക്ക് ഒന്നിച്ച് നടക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് സവാരി. ഞാൻ സവാരി ചെയ്യുക, നിങ്ങൾ നടക്കുക, അത് പറ്റൂല എന്നാണ് യസീദ് ഇബ്ൻ അബി സുഫിയാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത്, മാ അൻത ബിനാസിലിൻ വല അന ബിറാകിബിൻ. താങ്കൾ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങൂല, ഞാൻ വാഹനപ്പുറത്ത് സവാരി ചെയ്യൂല. നിങ്ങൾ വാഹനപ്പുറത്ത് തന്നെ പോകും, ഞാൻ കാൽനടയായി തന്നെ നിങ്ങളെ യാത്രയാക്കും. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. സൈന്യത്തെ അയക്കുമ്പോൾ തിരുവിയോഗത്തിന് തൊട്ട് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇതേപോലെ യമനിലേക്ക് യാത്രയാക്കിയത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ വാഹനപ്പുറത്ത് യാത്ര പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാഹനത്തിൻ്റെ ഒപ്പം കാൽനടയായി മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുന്നു. മുആദ് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. നടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കിയത്. ആ തുടർച്ചയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ വിഷയം ഇനി ഇതാണ്. എന്താ? ഞാൻ നടക്കും, നിങ്ങൾ വാഹനപ്പുറത്ത് യാത്ര തുടരും എന്ന് യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം അതെന്താ? അഹ്തസിബു ഖുതായ ഹാദിഹി ഫീ സബീലില്ലാഹ്. എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എൻ്റെ ഈ കാൽവെപ്പുകൾ, ഞാൻ എൻ്റെ ഈ നടത്തം, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഞാൻ അതിൽ കൂലി പ്രതീക്ഷിക്കുന്നു, പ്രതിഫലം ഇച്ഛിക്കുന്നു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അഹ്തസിബു, അതാണ് നമ്മുടെ വിഷയം, പ്രതിഫലേച്ഛ. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഈ കാൽവെപ്പുകൾ അഹ്തസിബു ഖുതായ ഹാദിഹി ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലാകണം ഇത്, എന്നിട്ട് അതിലെനിക്ക് കൂലി കിട്ടണം, ഞാൻ അതിൽ പ്രതിഫലം ഇച്ഛിക്കുന്നു. അങ്ങനെയാണ് യസീദ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈസാന്തിയ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന് നേരെ അന്ന് യാത്രയാക്കിയത് എന്നാണ്. ഒരു യുദ്ധസൈന്യത്തെയാണ് യാത്രയാക്കുന്നത്. അതിൽ കാണാം, അതൊക്കെ ഇന്ന് പ്രത്യേകം നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ്. പൗരസ്ത്യ റോമാ സാമ്രാജ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാനും ചതിയിൽപ്പെടുത്താനും
ഒരുമ്പെട്ട് അവരോട് വിയോഗത്തിന് മുമ്പ് തന്നെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധസൈന്യത്തെ അയക്കുമ്പോൾ അയക്കേണ്ട അനിവാര്യതയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു യസീദ് എന്ന കമാൻഡർ ഇൻ ചീഫിനോട് നൽകിയ വസിയത്ത് എന്താ? കാൽനടയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്ന് ഇനി സൈന്യത്തെ യസീദിൻ്റെ നേതൃത്വത്തിൽ വിടുകയാണ്. അപ്പോൾ പറയാണ്, ഇന്നി മൂസീക ബി അശ്രിൻ, അങ്ങയോട് ഞാൻ 10 കാര്യങ്ങൾ വസിയത്ത് ചെയ്യുന്നു. സർവ്വ സൈന്യാധിപനോട് 10 കാര്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യാണ്. എന്താ 10 കാര്യങ്ങൾ? ലാ തഖ്തുലന്ന ഇംറഅതൻ വലാ സബിയൻ വലാ ഹരിമൻ കബീറൻ. ആ 3 എന്താ? 1, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വൃദ്ധജനങ്ങളെ വധിക്കരുത്. പിന്നെ വലാ തഖ്തഅന്ന ഷജറൻ മുസ്മിറൻ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിക്കരുത്. വലാ തഖ്രിബന്ന ആമിറൻ, എടുപ്പുകൾ വീടുകൾ തകർക്കരുത്. വലാ താഖിറന്ന ശാതൻ വലാ ബഈറൻ ഇല്ലാ ലിൽ മഅ്കല, ആടുകളെയോ ഒട്ടകങ്ങളെയോ കൊല്ലരുത്, ഭക്ഷിക്കാൻ ആവശ്യമുണ്ടെങ്കിലല്ലാതെ അറക്കരുത്. വലാ തഗ്ലുൽ, ചതി നടത്തരുത്. വലാ തജ്ബുൻ, ഭീരുവാകരുത്. വലാ തഹ്രിഖന്ന നഹ്ലൻ വലാ തഗ്രിഖന്നഹു. വലാ തഹ്രിഖന്ന നഹ്ലൻ എന്ന് പറഞ്ഞാൽ തേനീച്ചകളെ കത്തിക്കരുത്, അവയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലരുത്. ഇതൊക്കെയാണ് സർവ്വസൈന്യാധിപനോട് യുദ്ധസൈന്യത്തെ അയക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത്. ചില നിവേദനങ്ങളിൽ വലാ റാഹിബൻ ഫീ സൗമഅതിഹി, മഠങ്ങളിൽ ധ്യാനികളായി കഴിയുന്ന പുരോഹിതന്മാരെ ആക്രമിക്കരുത്, കൊല്ലരുത്. ഇതൊക്കെ വസിയത്ത് ഓതിയിട്ടാണ് സൈന്യത്തെ അയക്കുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ സായുധധാരികളായി നിൽക്കുന്ന ആളുകളോട് യുദ്ധമാകാവൂ. കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധജനങ്ങൾ, ധ്യാനികൾ ഇവരൊന്നും വധിക്കപ്പെടാൻ പാടുള്ളതല്ല. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിക്കരുത്, എടുപ്പുകൾ വീടുകൾ തകർക്കരുത്, ആടുമാടൊട്ടകങ്ങളെ കൊല്ലരുത്. തേനീച്ചകൾ, അവിടങ്ങളിൽ തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാടുകളാണ്. അപ്പോൾ തേനീച്ചകളെ ചുടരുത്, അവയെ വെള്ളത്തിൽ മുക്കി കൊല്ലരുത്. ഇതൊക്കെയാണ് വസിയത്ത്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യസീദ് ഇബ്നു അബീ സുഫിയാൻ എന്ന തൻ്റെ സർവ്വസൈന്യാധിപനെ ഒരു സൈന്യവുമായിട്ട് അയക്കുമ്പോൾ നൽകിയ വസിയത്ത് ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഒരു നിവേദനമാണ്. ഞാനിത് ഉദ്ധരിച്ചത് അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രയോഗം അഹ്തസിബു അലല്ലാഹ്, അഹ്തസിബു ഹാദിഹിൽ ഖുതായ, അഹ്തസിബു ഖുതായ ഹാദിഹി ഫീ സബീലില്ലാഹ്. അദ്ദേഹം നടക്കുകയാണ്, ഖലീഫയാണ്. ആ നടത്തത്തിൽ കാൽവെപ്പുകൾ ഇത് അള്ളാൻ്റെ മാർഗത്തിലായിട്ട് എനിക്കതിന് കൂലി കിട്ടണം, ഞാനതിൻ്റെ പ്രതിഫലം ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം, അതാണ് നമ്മുടെ വിഷയം. ഇഹ്തിസാബ്. നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മോഹിച്ചും കാംക്ഷിച്ചും ഇച്ഛിച്ചുമാണ്. ഇഹ്തിസാബൻ. ഓരോ നോമ്പുകാരനും വാഗ്ദാനം ചെയ്യപ്പെട്ടത് എത്രയാണ്? നമ്മൾ പലതും കേട്ടതാണ്. നോമ്പുകാരൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പോരിശ എത്രയാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് വാഗ്ദത്ത സമയം യാത്രയായ ചരിത്രം വായിക്കുമ്പോൾ അള്ളാഹുമായി സന്ധിക്കാൻ 30 നാളുകൾ
വാഗ്ദത്തം നൽകപ്പെട്ടു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. വിശുദ്ധ ഖുർആനിൽ അത് നമ്മൾ വായിക്കുന്നു സൂറത്ത് ആറാഫിൽ, വവാഅദ്നാ മൂസ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ. നാം മൂസാക്ക് 30 രാവുകൾ വാഗ്ദാനം ചെയ്തു എന്നാണ്. പിന്നെ അത് 10 കൂട്ടി വഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ആക്കി പൂർത്തീകരിച്ചു എന്നാണ്. എന്തേ കാരണം? 30 എന്തിനാ അള്ളാഹു 40 ആക്കിയത്? അത് നോമ്പിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന ഒരു വിഷയം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 30 നാൾ വ്രതം ആചരിച്ചു, നോമ്പെടുത്തു. അതിനപ്പുറമാണ് ഇനി അള്ളാഹുമായി സന്ധിക്കേണ്ടത്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വ്രതം ആചരിച്ച് ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാൽ, വെള്ളമൊന്നും കുടിക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ വായക്ക് മണപ്പകർച്ചയുണ്ടായി, ഖലൂഫ്. അപ്പം അദ്ദേഹം അള്ളാഹിനോട് ഇനി സംസാരിക്കാൻ പോവുകയാണ്, സംവദിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് സംസാരം? അള്ളാഹു പറഞ്ഞില്ല വഖറബ്നാഹു നജിയ എന്നാണ്. രഹസ്യ ഭാഷണത്തിന് അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അടുത്ത് ചേർത്തു എന്നാണ്. വഖറബ്നാഹു നജിയ, അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അടുത്ത് വർത്തിച്ചാണ് സംഭാഷണം നടത്തുന്നത്. അപ്പോൾ അതിനാണ് വിളിച്ചത്, അതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വായക്ക് മണപ്പകർച്ച വന്നപ്പോൾ അദ്ദേഹത്തിന് ലജ്ജ. ഈ വായ കൊണ്ട് എങ്ങനെ ഞാൻ അള്ളാഹിനോട് സംസാരിക്കും, സംവദിക്കും? അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില വൃക്ഷലതകൾ പറിച്ച് അത് ചവച്ചു, ഇല പറിച്ച് ചതച്ച് വായയുടെ മണം പോക്കി നോമ്പ് മുറിച്ച് എന്നിട്ടാണ് അള്ളാഹിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഹദീസിൽ കാണാം, അള്ളാഹ്ക്കറിയാം മൂസ ചെയ്തത് എന്താണ് എന്ന്. പക്ഷെ എന്നാലും അള്ളാഹു ചോദിച്ചു, യാ മൂസ അഫതർത്ത്, മൂസ നിങ്ങൾ നോമ്പ് മുറിച്ചോ എന്ന് ചോദിച്ച്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ ഞാൻ നോമ്പ് മുറിച്ചു. അപ്പം അള്ളാഹു ചോദിച്ചു, വലിമ എന്തിന്? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ഇസ്തഹ്യയ്തു അൻ ഉകല്ലിമക്, ഇന്നി ഇസ്തഹ്യയ്തു, ഞാൻ ലജ്ജിച്ചു. എന്താ ലജ്ജിക്കാൻ കാരണം? എൻ്റെ വായയുടെ മണം, അത് കാരണത്താൽ. തയ്യിബുർ റീഹ്, നല്ല മണത്തോടു കൂടിയിട്ട് അള്ളാഹുവെ നിന്നോട് സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ നോമ്പ് മുറിച്ചത് എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രതികരിച്ചത്. ഇല്ലാൻ ഉകല്ലിമക് ഇല്ലാ വഫമി തയ്യിബുർ റീഹ്, എൻ്റെ വായ നല്ല മണത്തിലാകണം, അപ്പോൾ അങ്ങനെ നിന്നോട് സംസാരിക്കൂ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ മൂസ അമാ അലിംത് അന്ന ഖലൂഫ ഫമി സ്സായിം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. മൂസ, താങ്കൾക്കറിയില്ലേ നോമ്പുകാരൻ്റെ വായക്ക് വരുന്ന മണപ്പകർച്ച അത് അള്ളാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ പരിമളം മുറ്റിയ നറുമണമുള്ളതാണ് എന്ന്? അത് നിങ്ങൾക്കറിയില്ല. അള്ളാഹ്ക്ക് നോമ്പെടുത്തിട്ട് വരുന്ന മണപ്പകർച്ച അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല്ലേക്കാത്ത മണമല്ലാതെ. പിന്നെയോ കുറേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരാളുടെ ഉദരം ഉയർത്തുന്ന മണപ്പകർച്ചയാണ്, അത് അള്ളാഹുവിൽ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു മൂസയോട് പറഞ്ഞു, ഇർജി വ അത്മിം ബി അശ്രിൻ, മടങ്ങിയിട്ട് 10 ദിവസം കൂടി നോമ്പെടുത്തിട്ട് നോമ്പ് പൂർത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി 10 ദിവസം നോമ്പെടുത്തു. വ്രതമാചരിച്ച് വീണ്ടും അള്ളാഹുമായിട്ട് സന്ധിക്കാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തി. അതാണ് അള്ളാഹു പറഞ്ഞത്, വവഅദ്നാ മൂസ 30 ലൈല വഅത്മംനാഹാ ബിഅശ്രിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല വഖാല മൂസ ലിഅഖീഹി ഹാറൂന ഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ എന്ന് സൂറത്ത് ആറാഫിൽ അള്ളാഹു പറയുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ. ഇവിടെ ഞാൻ പറഞ്ഞത്, നോമ്പുകാരൻ അള്ളാഹിൻ്റെ അടുക്കൽ എത്ര പോരീശ, എത്ര മഹത്വം, അത് വായിക്കാനൊരു ചരിത്രം. പിന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ നോമ്പിൻ്റെ കൂലി പ്രതിഫലം എത്ര നമ്മൾ പറഞ്ഞിട്ട്
തൊട്ടുണ്ടാവാൻ മുമ്പ് അബൂ ഉമാമ അൽ ബാഹിലി സുദൈ ഇബ്നു അജ്ലാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് മുർനി ബി അമലി യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം പറഞ്ഞു തരൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലൈക ബിസൗം, അങ്ങ് നോമ്പെടുക്കൂ എന്നാണ്. ലാ മിസ്ല ലഹു ലാ ഇദ്ല ലഹു, നോമ്പിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സുദൈ ഇബ്നു അജ്ലാൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റജാ ഇബ്നു ഹയവയാണ്. റജാ ഇബ്നു ഹയവ താബിഈങ്ങളിൽ പ്രസിദ്ധൻ. അദ്ദേഹം പറയുകയാണ്, ഫമാ റുഇയ ബഅദഹു അബൂ ഉമാമത വല ഇംറഅതുഹു വല ഖാദിമുഹു ഇല്ലാ സുയ്യാമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടിലെ ഭൃത്യൻ വരെ നോമ്പെടുക്കുന്നവരായിട്ടല്ല കാണപ്പെട്ടില്ല. നോമ്പെടുക്കുന്നവരായിട്ടല്ലാതെ കാണപ്പെട്ടില്ല എന്നാണ് സുന്നത്ത് നോമ്പുകളെ കുറിച്ചായി പറയുന്നത്. എല്ലാ ദിവസവും അവർക്ക് നോമ്പായിരുന്നു എന്നാണ്. അബൂ ഉമാമക്കും ഭാര്യക്കും വീട്ടുവേലക്കാരന് വരെ. എത്രമാത്രം അവരുടെ വീട്ടിൽ നിന്ന് പകലിൽ പുക ഉയർന്നാൽ ആളുകൾ പറയുമായിരുന്നു എന്നാണ്, എന്ത് നസല ബിഹിം നാസിൽ, അല്ലെങ്കിൽ സാദഫഹും ദൈഫ്, അബൂമാമൻ്റെ വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട് എന്ന ആളുകൾ പറയും. പകലിൽ പുക കണ്ടാൽ വിരുന്നുകാർക്ക് ആ വീട്ടിൽ പകലിൽ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, വീട്ടുകാർക്കില്ല, കാരണം ഇന്ന് നോമ്പാണ് എന്നാണ്. നോമ്പിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ സ്വാധീനിക്കപ്പെട്ട അബൂ ഉമാമയും കുടുംബവും നോമ്പെടുത്തായി പറയുന്നത്. ഒരു നോമ്പിൻ്റെ പ്രതിഫലം വായിക്കാനാണ് ഞാൻ ഇതൊക്കെ ഉണർത്തിയത്. നമ്മുടെ വിഷയം ഈ പറയപ്പെട്ട പ്രതിഫലത്തെ ഇച്ഛിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ വ്രതാചരണം, നോമ്പെടുക്കൽ എന്നുള്ളതാണ്. വിശിഷ്യ നമ്മളിപ്പോൾ അവസാന പത്തിലെത്തി. വിശുദ്ധ റമദാൻ്റെ ഒടുവിലത്തെ പത്തിൽ നോമ്പിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 3 ഹദീസുകളിൽ മൻ സാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ഈമാനിന് വേണ്ടി, ഇഹ്തിസാബിന് വേണ്ടി, പ്രതിഫലേച്ഛക്ക്, വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരാൾ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. കഴിഞ്ഞു പോയ കാലങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. നോമ്പെടുത്താൽ നമുക്കറിയാം, ഫജ്ർ മുതൽ അസ്തമയം വരെ വ്രതം ആചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം, ഈ മഹത്വമാണ് മൻ ഖാമ റമദാന ഈമാനും വഹ്തിസാബൻ. റമദാൻ്റെ രാത്രി തറാവീഹ് നിസ്കരിച്ചാൽ അതിനുള്ളത്. പകലിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര സാഹസപ്പെടണം. അതേ പ്രതിഫലാണ് തറാവീഹ് നിസ്കാരത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തീർന്നില്ല. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവിൽ, ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ഈമാനിന് വേണ്ടി, പ്രതിഫല ഇച്ഛയോടുകൂടി, പ്രതിഫല ഇഹ്തിസാബിന് വേണ്ടി നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. നോമ്പെടുത്തതുപോലെ, എല്ലാ രാത്രിയും നിസ്കരിച്ചതുപോലെ വാഗ്ദാനം, അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ്. എപ്പോൾ? ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ. റമദാനിൽ നോമ്പെടുത്ത അതേ മേനിയിൽ അതിൻ്റെ പ്രതിഫലം പറയുമ്പോൾ അങ്ങനെ ഒരു രാവ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനുള്ള അവസാനത്തെ 10 ദിവസമാണ് ഈ സമാഗതമായത്. അൽ അഷ്റുൽ അവാഖിർ, റമദാൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിൽ അള്ളാഹു ഒരു അനുഗ്രഹീത രാവിനെ നിശ്ചയിച്ചു, ലൈലത്തുൽ ഖദ്ർ. ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമം എന്ന വിശേഷണം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ ലൈലത്ത്, ധാരാളം നന്മകൾ പെയ്തിറങ്ങുന്ന, നന്മകൾ ധാരാളമായി ഭവിക്കുന്ന, വർഷിക്കുന്ന രാവ്. അത് നിശ്ചയിക്കപ്പെട്ടത് ഈ 10 ദിവസങ്ങളിലാണ്. ഇൽതമിസൂഹ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ,
റമദാൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇൽതമിസു എന്നാണ്, അതിനെ തേടണം, അന്വേഷിക്കണം. അത് പുണ്യാണ്, തേടൽ പുണ്യാണ്. തഹറൗ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ താല്പര്യപൂർവ്വം അന്വേഷിക്കണം എന്ന് വേറെ പ്രയോഗം കാണാം. കാരണം ആ ഖദറിൻ്റെ രാവ് അതിലൊരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ അയാളാണ് അതിഭാഗ്യവാൻ. ആ ഖദറിൻ്റെ രാവിലെ ഖൈർ വല്ലവരും നിഷേധിക്കപ്പെട്ടാൽ അവനാണ് എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവൻ. ലാ യുഹ്റമു ഖൈറുഹ ഇല്ലാ മഹ്റൂം, എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ്. ഖദറിൻ്റെ രാവിലെ നന്മകൾ നിഷേധിക്കപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അവസാനത്തെ 10 വന്നിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹസപ്പെടും, അധ്വാനിക്കും. മറ്റു ദിനങ്ങളിൽ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, ഊർജ്ജസ്വലമായി. അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു വശദ്ദൽ മിഅ്സർ എന്നൊക്കെ ഹദീസിൽ കാണാം. രാത്രി ഉറങ്ങൂല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, രാത്രിയെ അതിൽ ഉണർന്ന് സജീവമാകും. വഅഹ്യാ വഅയ്ഖദ അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തും, കുടുംബത്തെയും ആരാധന നിമഗ്നരായി രാത്രി നിസ്കാരത്തിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും ഒക്കെ സജീവമാകാൻ വിളിച്ചുണർത്തും. വശദ്ദൽ മിഅ്സർ, ജദ്ദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനാധ്വാനിയാകും. വശദ്ദൽ മിഅ്സർ, ഉടുമുണ്ട് മുറുക്കി ഉടുക്കുമെന്നാണ്. ഭാര്യമാരോട് ശയ്യയിൽ ശയിക്കാൻ പോകാതെ അവരിൽ നിന്നൊക്കെ അകലം നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടി മുണ്ട് മുറുക്കി ഉടുത്ത് ആരാധനയിൽ തൽപരനായിരുന്നു, വിശിഷ്യ ഈ അവസാനത്തെ 10 എന്നാണ് തിരുജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പിൽക്കാലത്തേക്ക് ഉദ്ധരിക്കുന്നത്. മറ്റ് സഹാബികളും ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിശുദ്ധ മാസത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ഇനി നമ്മൾ കൂടുതൽ തൽപരരാകേണ്ട, അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തേണ്ട, പ്രതിഫലത്തിൽ പ്രത്യാശ തുടർത്തേണ്ട അവസ്ഥയിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉള്ളാൽ ഉണർന്ന് കർമ്മ നിരതരാകണമെന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ ഒരു സമയം ഉണർത്തുവാനുള്ളത്. ഈ അവസരങ്ങൾ വന്നണഞ്ഞത് വരും വർഷങ്ങളിൽ നമുക്ക് വന്നണഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്ത് കനിയുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെടാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കൊക്കെ ഏറ്റി നൽകുമാറാവട്ടെ. പക്ഷേ വന്നത് നമ്മൾ പാഴാക്കാതെ പടച്ച റബ്ബിൻ്റെ ഈ ഒരു നിഅമത്തിനെ വലിയൊരു അനുഗ്രഹമായി നമ്മൾ കണ്ട് ഈ അവസാനത്തെ 10 ദിവസങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നമ്മൾ സജീവമാകണം എന്നോടെന്ന പോലെ ഞാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇന്നലത്തേതുപോലെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിനോട് പ്രതികരിക്കാം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, അതായത് ചില സ്ഥലങ്ങളിലെല്ലാം റമദാൻ 17 ബദർ ദിനം ആയിട്ട് ആചരിക്കാറുണ്ട്. അന്നത്തെ ദിവസം പ്രത്യേക ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ കാണാറും ഇല്ല, ഇവിടെ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ അതിന് മുൻഗാമികളുടെ എന്തെങ്കിലും മാതൃകയോ അതല്ലെങ്കിൽ അതിന് പ്രത്യേക പുണ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ചോദ്യം. ബദർ ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണത്. അതിൻ്റെ പ്രാമാണികതയാണ് ചോദിക്കുന്നത്.
ഇവിടെ ഒന്നുമില്ല, ചിലയിടത്തൊന്നുമില്ല, ചിലയിടത്ത് സജീവം. എന്തുകൊണ്ട് എന്നുള്ള വിഷയമാണ്. നമ്മൾ ഈ ദീനിൻ്റെ പേരിലൊരു മസാല ഉടലെടുത്താൽ അതിൽ തീർപ്പാകാനൊരു പ്രയാസമല്ല. ഈ ഉടലെടുക്കുന്ന മസാലയെ നമ്മൾ തറവാട്ടിലേക്ക് മടക്കിയാൽ മതി. ഈ ദീൻ നമുക്ക് ആചരിച്ച് കാണിക്കാനും നിർവഹിച്ച് മാതൃകയാക്കാനും നിയുക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് മടക്കിയാൽ മതി. ഹിജ്റയുടെ 2-ാം വർഷം റമദാൻ മാസത്തിൻ്റെ 17-നാണ് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്നതിന് ശേഷം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ബദർ ഹിജ്റയുടെ 2-ൽ, ഹിജ്റയുടെ 11-ൻ്റെ റബീഉൽ അവ്വൽ മാസം 12-ന് പ്രബല അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് ശേഷം ബദർ 2-ലാണ്, ഹിജ്റയുടെ 2-ൽ. ഹിജ്റയുടെ 3, ഹിജ്റയുടെ 4, 5, 6, 7, 8, 9, 10 വർഷങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 8 വർഷം. ഈ 8 വർഷങ്ങളിൽ ബദറിൻ്റെ നാളുകൾ 8 ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ ആചരിച്ചിട്ടുണ്ടോ, ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടിയിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഇതിനുത്തരായി. പ്രത്യേകിച്ച് വളരെ വർണ്ണാങ്കിതമായി വളരെ ആഘോഷപൂർവ്വമൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു മാതൃക അതിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ഏവർക്കും സാധ്യമായൊരു വിഷയമാണ്. ബദറിനപ്പുറം 8 വർഷം ബദരീങ്ങളുടെ 8 ആണ്ട് കഴിഞ്ഞു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും അത് ആഘോഷിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഈ ദീനിൽ എന്തൊരു നന്മയുണ്ടോ ആ നന്മയിലേക്ക് നമ്മളെക്കാൾ തൽപരരും അതിലേക്ക് മുൻകടന്നവരും ആ സച്ചരിതരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തുമാണ്. അവരെക്കാൾ ഒരിക്കലും ദീനിൽ മുൻപന്തിയിലെത്താൻ നമുക്ക് ആർക്കും കഴിയില്ല, കട്ടായം. അപ്പോൾ അവരുടെ മാതൃക ഉണ്ടോ നമുക്കും അത് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാതൃക നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. ബദറിൽ ഷഹീദായവരുടെ രക്തസാക്ഷിത്വത്തേക്കാൾ വലിയ രക്തസാക്ഷിത്വം നബിമാരുടെ അളവിൽ നമ്മൾ വായിക്കണില്ലേ? നബി പുങ്കവന്മാർ എത്ര രക്തസാക്ഷികളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടതിന് ശേഷം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയൊക്കെ അവരൊക്കെ ഷഹീദുമാരല്ലേ? ആണ്ട് ആഘോഷിച്ചത് നമ്മൾ വായിക്കുന്നുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലാണ് എല്ലാ ഷഹീദുമാരുടെയും സയ്യിദ് ഷുഹദ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഉഹുദിൽ ഷഹീദായത്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഷഹീദന്മാരുടെ സയ്യിദാണ്. ഉഹുദിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവായി, ഉണങ്ങാത്ത മുറിവായി ശേഷിച്ച രക്തസാക്ഷിത്വമാണ് ഹംസത്തിൻ്റേത് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു തആലാൻ്റെ ഷഹാദത്തിനിപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വർഷം ജീവിച്ചു. 7 വർഷം. ഹംസ റളിയല്ലാഹുവിൻ്റെ ആണ്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടോ? ആ ആണ്ട് നടന്ന ദിവസം എന്തെങ്കിലും ഒരു വിർദോ ദിക്റോ ഏറെ ചൊല്ലിയത്, എന്തെങ്കിലും ഒരു ചീരണിയോ സമ്മാനമോ സമ്മാനിച്ച് നമ്മൾ വായിക്കുന്നുണ്ടോ? അതൊന്നുമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ അങ്കലാപ്പിലാണത്? ദീനിലില്ലാത്ത പല കാര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടു. അതിനാൽ മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്തൊരു നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്കെല്ലാം അള്ളാഹു വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവിയും തുറവിയും കനിയുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ എല്ലാം അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെയും നമ്മെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ നിറവിൽ അള്ളാഹു വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ചൊരിയുന്ന അവൻ്റെ റഹ്മത്തുകൾ, അവൻ്റെ നഫ്ഹത്തുകൾ, അവൻ്റെ ബറക്കത്തുകൾ നമ്മളിലേക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിയുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم إنك عفو تحب العفو فاعف عنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد، بلاد الحرمين الشريفين، أمنها ويمنها ورجال أمنها. اللهم احفظ لها حدودها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها، إنك ولي ذلك والقادر عليه. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.